ഹലോ, അസ്സലാമലൈക്കും. ഇതുപോലൊരു വാഴക്കൊമ്പ് ചിക്കൻ സമൂസ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്? ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചൂടായ കടായിലേക്ക് ഒരൽപ്പം ഡാൽഡ ഉപയോഗിച്ച് ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വാഴക്കൊമ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി, അരസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ചിക്കനാണിത്. ഇതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടിയാണ്. 1/4 കിലോ മൈദയിലേക്ക് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിത് ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തിയുടെ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ആക്കി വെച്ച മസാലയിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഓരോ ഉരുളും ചപ്പാത്തിയുടെ പരുവത്തിൽ ഭയങ്കര നേർത്ത രീതിയിൽ തന്നെ ഇത് പരത്തിയെടുക്കണം. കാര്യം കുറച്ച് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് എന്തായാലും അവർ കഴിച്ചിരിക്കും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ടേസ്റ്റിൻ്റെ കാര്യം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് ഒന്ന് 4ആയി മുറിച്ചെടുക്കണം. ഒന്ന് 4ആയി മുറിച്ച ശേഷം നമുക്കിത് ഒരു കോണ് രൂപത്തിലാക്കി മസാലയുടെ പകുതി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ കോണാക്കി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോന്ന് ഇതുപോലെ കോട്ട് ചെയ്ത് മുഴുവനായി ചെയ്ത് നമുക്കിതെല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം ആയിട്ടുണ്ട്. എല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതുപോലെ. ഇനി നമുക്ക് ഒരു കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കുക. എല്ലാ സമൂസയും ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒട്ടും എണ്ണയില്ലാത്ത രീതിയിൽ വേണം ഇത് കോരിയെടുക്കാനായിട്ട്. മുഴുവനും ഇതുപോലെ ആക്കിയെടുക്കാം. മുഴുവൻ ആയിട്ടുണ്ട്. ഇതെല്ലാം കോരിയെടുക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണ്. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.